നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇനി മരുമകളെ ഭക്തിമാർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലായിരിക്കും. ഇന്ന് നിലവിളക്ക്, നാളെ ഇനി ഹോമ കൊണ്ടായിരിക്കും. ഈ നിലവിളക്ക് ഒരുക്കുന്നതിലും വിളക്ക് കത്തിക്കുന്നതിലും ഒക്കെ ഒരു ശാസ്ത്രമുണ്ട് മോളെ. എനിക്കതൊന്നും അറിയില്ല അമ്മ. ഇടയ്ക്ക് അമ്പലത്തിൽ പോകും, ദൈവങ്ങൾക്ക് മുന്നിൽ ഒരു നിമിഷം കൈകൂപ്പി നിൽക്കും, അത്രേ ഉള്ളൂ. ഇനി അമ്മ പറയുന്നത് മോള് ശ്രദ്ധിച്ചു കേൾക്കണം. നിലവിളക്കിന്റെ അടിഭാഗം ബ്രഹ്മാവാണെന്നാണ് സങ്കല്പം. തണ്ട് വിഷ്ണു ഭഗവാൻ, മുകൾ ഭാഗം ശിവനെയും, തിരുനാളം ലക്ഷ്മി ദേവിയെയും, പ്രകാശം സരസ്വതി ദേവിയെയും സൂചിപ്പിക്കുന്നു. തിരുനാളത്തിന്റെ ചൂട് പാർവതി ദേവിയാണെന്നാണ് സങ്കല്പം. കിഴക്ക് ദിക്കിലേക്കും പടിഞ്ഞാറ് ദിക്കിലേക്കും ഈ രണ്ട് തിരികൾ പൂപ്പുകൈ രീതിയിൽ വേണം വിളക്ക് കത്തിക്കാൻ. മോള് വിളക്ക് കത്തിക്ക്. നിനക്കും വേണമെങ്കിൽ തൊഴാം. അയ്യോ വേണ്ടായേ, എനിക്ക് വേണ്ടുന്ന മെഴുകുതിരി ഞാൻ കത്തിച്ചോളാം. ഇതിത്ര ആലോചിക്കാൻ എന്താ സാറേ? സാർ ജയിലിൽ ചാടുന്നു, അത് നമ്മൾ തീരുമാനിച്ചു, അങ്ങ് ചാടും, അത്രേ ഉള്ളൂ. ചുമ്മാ ഇതങ്ങ് ചാടാനേ. 1.5 അടി പൊക്കത്തിൽ കമ്പ് കെട്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വേലിയല്ല, ജയിലാ, ജയില്. ഓ, അതൊക്കെ എനിക്കും അറിയാം. പിന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചോണ്ടല്ലേ ചാടാത്തത്. എന്തിനാ വെറുതെ ചാടുന്നത്? ഒന്ന് അകത്ത് കയറി പറ്റാനുള്ള പാട് എനിക്കറിയാം, അല്ലാതെ പറ്റാത്തോണ്ടല്ലോ. അപ്പോ ഞാൻ ഉദ്ദേശിക്കുന്നത് നിരഞ്ജൻ സാറിന് വേണ്ടി ഒരു തുരം കൊണ്ടാക്കാം. നീ മിണ്ടത്. ഇവിടെ തുരങ്കത്തെ പറ്റി മിണ്ടി പോരുത്. സാറേ, എന്റെ ഒരു അനുഭവ സമ്പത്ത് വെച്ച് പറഞ്ഞ, നമ്മൾ ഈ സെല്ലിന്റെ താക്കോല് സംഘടിപ്പിച്ച് സെല്ലും തുറന്ന് ഗാർഡുകാരുമായിട്ട് സാറ്റും കളിച്ച് ജയിലിന്റെ മുറ്റത്തെത്തി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒരു ഏണി സംഘടിപ്പിച്ച് മതിലിൽ കയറി അവിടെ നിന്ന് താഴോട്ട് ചാടും. നമ്മൾ ചാടുമ്പോഴേ കൃത്യമായിട്ട് ഒരു ലോറിയും കൂടെ വരണം. അല്ല, അതിന്റെ പുറത്തോട്ട് തന്നെ ചാടണം. തറയിൽ ചാടിയല്ലേ കാലൊടിയും. 40 അടി ഹൈറ്റാ മതിലിന്. അത് ശരിയാ സാറേ, സിനിമയിലൊക്കെ ലോറിയാ വരുന്നേ. അതൊക്കെ സിനിമയിൽ നടക്കും, അതൊന്നും ഇവിടെ നടക്കില്ല. വീണ് കാലൊടിഞ്ഞ അവസാനം ഗാർഡുമാര് തന്നെ ആശുപത്രിയിൽ എടുത്തോണ്ട് പോകും. അതാ ഞാൻ പറഞ്ഞത്, ജയില് ചാട്ടമൊന്നും വേണ്ടെന്ന്. ജയില് ചാട്ടം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല സാറേ. ജയിലിനകത്ത് നിന്ന് ചാടാൻ ബുദ്ധിമുട്ടാണെന്നേ പറഞ്ഞോളൂ. പക്ഷേ ജയിലിന് പുറത്തെത്തിയാ ചാടാം. അണ്ണാ, അതെങ്ങനെ? കാര്യങ്ങൾ തെളിച്ച് പറയാങ്ങോട്ട്. എടാ, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കി നിരഞ്ജൻ സാറ് ഒന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയാ പോരെ? എന്ത് കാര്യം? എടാ, വല്ല തലകറക്കോ ക്ഷീണോ പനിയോ വയറിളക്കോ അങ്ങനെ എന്തെങ്കിലും. അതൊരു ഐഡിയ സാറേ. അങ്ങനെയാണെങ്കിലേ ഇവിടുന്ന് ചാടുന്നതിന്റെ 10-1 റിസ്ക് പോലും ഇല്ലാതാവും. നോക്കാം. ഇതില് നോക്കാനൊന്നുമില്ല സാറേ. ഇത് ജയിലായിട്ടും സാറിനിവിടെ എന്തുമാത്രം പരിഗണന കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു ഡോക്ടർ കൂടി ആയ സാറ് ഒരു ആശുപത്രി ചെന്നാ അവിടെ സാറിന് കിട്ടുന്ന പരിഗണന ഇതിന്റെ 10 ഇരട്ടിയായിരിക്കും. പിന്നെ അവിടെ സാറിന് കാവലിനായി ലോക്കൽ സ്റ്റേഷനിൽ ഒരു പോലീസുകാരൻ മാത്രമേ കാണൂ. അതത്ര വലിയ കാര്യമൊന്നുമല്ല. അതുമാത്രമല്ല,
സാറിനെ കാണാൻ സാറിന്റെ വേണ്ടപ്പെട്ടവർക്കെല്ലാം അവിടെ വരാനും പറ്റും. ജയിലിനകത്തു വന്ന് കാണുമ്പോഴത്തേതുപോലുള്ള കടമ്പകളും ക്യാമറകളും ഒന്നുമില്ല. പക്ഷേ ആ വിലങ്ങ് കട്ടിലിന്റെ ക്ലാസ്സിലേക്ക് ലോക്ക് ചെയ്തിരിക്കില്ലേ, അതഴിക്കാതെ എങ്ങനെ പോകും? അത് ബാത്റൂമിൽ പോകാൻ നേരത്തെ അഴിക്കൂലേ? അതഴിക്കും, പക്ഷെ പോലീസുകാരും പുറത്ത് കാവലിക്കൂലേ? അതിനെന്തെങ്കിലും നമുക്ക് വഴി ഉണ്ടാക്കാം. ഒരു വിലം കഴിക്കാനല്ലേ പാട്. അപ്പോ സാറിന് ആദ്യം ഒരു അസുഖം വരണം, അല്ലെങ്കിൽ സാർ അസുഖം അഭിനയിക്കണം. ഏയ് അതൊക്കെ ശരിയാണോ? കള്ളത്തരം കാണിക്കാന്ന് വെച്ചാ സാറ് നല്ല ഒന്നാം തരം കള്ളത്തരം പറഞ്ഞ് കോടതിയും കൂടെ തെറ്റിദ്ധരിപ്പിച്ചിട്ടല്ലേ ഇവിടെ വന്ന് കിടക്കുന്നത്. അതെന്തിനു വേണ്ടിയായിരുന്നു? സാറിന്റെ ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടി. അപ്പൊ ഇതേ ഭാര്യയും മോളെയും ഭാര്യയുടെ അച്ഛനെയും പിന്നെ സാറിന് പ്രിയപ്പെട്ട എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയാണ് സാറ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അല്ലാതെ സാർ ഇവിടെ നിന്ന് ഇറങ്ങി കള്ള പാസ്പോർട്ട് ഉണ്ടാക്കി ലണ്ടനിൽ പോയി സുഖിക്കാനൊന്നും അല്ലല്ലോ പോകുന്നേ. അതെ സാറേ, വേലുവണ്ണ ആ പറഞ്ഞ പോയിന്റാ സാറേ. പനി വരാനാണെങ്കിലുവേ അതിനുള്ള വഴി എനിക്കറിയാം. അടുക്കളയെന്നേ 2 ലക്ഷം ഉള്ളി സംഘടിപ്പിച്ചാൽ മതി. ഉള്ളിയോ? അതെ സാറേ, നമ്മുടെ ഉള്ളി തന്നെ. ഉള്ളി മുറിക്കണം, അത് നമ്മുടെ 2 കഷത്തും വെച്ചിട്ട് പുതപ്പ് മുടിയാൻ കിടന്നാൽ മതി. ഒറ്റ മണിക്കൂറിനടുത്ത് പനിക്കും. പണ്ട് സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടി ചെയ്താ പോകാതിരുന്നിട്ടുണ്ട്. ജമാലിന്റെ ഓരോരോ നമ്പറുകൾ. ജമാലിന്റെ നമ്പറും ജമ്പിങ് ഒക്കെ സാർ കാണാൻ പോകുന്നല്ലേ ഉള്ളൂ. വെറുതെ ആണോ ഇവന് ജമ്പ് ജമാലെന്ന് പേര് വന്നത്? അപ്പൊ കാര്യങ്ങൾ അങ്ങനെ തീരുമാനിക്കുമല്ലോ സാറേ. സാർ എങ്ങനെയും ജയിലിൽ ചാടണം, എന്നിട്ട് പുറത്തു നിന്ന് കേസ് തെളിയിക്കണം. ശത്രുക്കൾ ഒന്ന് കിടങ്ങട്ടെ സാറേ. നമ്മുടെ ഉറക്കം മാത്രം പോയാൽ മതിയോ? നമ്മുടെ ശത്രുക്കളുടെ ഉറക്കവും പോണ്ടേ? അമ്മ ഇതെന്താ അറച്ചു നിൽക്കുന്നേ? നമുക്ക് നല്ലൊരു കാപ്പി ഉണ്ടാക്കാമേ. ഈ കാപ്പിയിൽ നിന്ന് വേണം എനിക്ക് എന്റെ പാചക അഭ്യാസം തുടങ്ങാൻ. ആഹാ, നിർമാല്യം ദീപാരാധനയും ഭജനയൊക്കെ കഴിഞ്ഞോ? ആ, രാവിലത്തെ കഴിഞ്ഞു. ഇനി വൈകുന്നേരം വേണമെങ്കിൽ അപ്പച്ചിയും വന്നിരുന്നോ? അയ്യോ വേണ്ടായേ, നിന്റെ അച്ഛനോടെ കുറച്ചു മുമ്പ് ഈ കാര്യം പറഞ്ഞതാണല്ലോ. ഇതെന്ത് മന്ത്രവാദമാണോ ദൈവമേ? എന്തായാലും ദൈവത്തെ വിളിക്കുന്നതല്ലേ, അല്ലാതെ മന്ത്രവാദമൊന്നും അല്ല. നിനക്ക് എന്ന് തൊട്ടാ ഈ ദൈവവിശ്വാസം ഭക്തിയൊക്കെ തുടങ്ങിയത്? ചില കാര്യങ്ങൾ തുടങ്ങാനേ കുറച്ച് താമസിച്ചു പോയി. നീ എന്തായാലും ഇതൊക്കെ അങ്ങ് കണ്ടിന്യൂ ചെയ്യാനാ തീരുമാനിച്ചിരിക്കുന്നത്. ഇതെന്താ പൂട്ടി വെച്ചിരിക്കുന്നേ? ഇതിനകത്ത് സ്വർണ്ണം വല്ലോ ആണോ? ആ, അതിനകത്ത് സ്വർണം മാത്രല്ല, തേയില, കാപ്പിപ്പൊടി, പഞ്ചസാര, ഇതൊക്കെ കള്ളന്മാര് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അത് തടയാൻ വേണ്ടി പൂട്ടി വെച്ചതാ. അപ്പച്ചി ചുമ്മാ രാവിലെ മല്ലിന് നിൽക്കാതെ ആ ചാവിങ്ങിതാ. ജയ്, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നല്ല വൃത്തിക്കും വെടുപ്പായും ഞാൻ നോക്കുന്ന അടുക്കളയായത്. അവിടെ പുറത്തുനിന്ന് ഒരാൾ കയറി കൈകാര്യം ചെയ്യുന്നത് എനിക്കിഷ്ടല്ല. ഇവിടെ പുറത്തൊന്നും ആരും ഇല്ല അടുക്കള കയറാൻ. അപ്പച്ചി കൂടാതെ ഞാനും അമ്മയല്ലേ ഉള്ളൂ. ഓ, ഒരു കുമ്മ. ഓ, ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. ഇന്നലെ അപ്പച്ചിയുടെ ഇത്തരം കുത്തുവാക്കുകൾ കേട്ടിട്ടാ പാവം അമ്മ കാപ്പി എടുക്കാതെ പോന്നതല്ലേ. ഓ, ഒരു കുമ്മയും മുഴുത്ത കാപ്പിയോ ചായയോ എന്നാന്ന് വെച്ചെടുത്ത് കുടിക്കും. ആ, പിന്നെ എത്ര നാളിത് നീണ്ടുപോകുന്ന എനിക്കൊന്ന് കാണണം. എന്തായാലും എന്റെ കൈ കൊണ്ട് ഒരു തുള്ളി പച്ചവെള്ളം പോലും ഞാൻ തരാം. വേണ്ടാന്നേ. അപ്പച്ചിക്ക് കോഫി വേണമെങ്കിൽ അവിടെ ഡൈനിങ് ഹാളിൽ പോയിരിക്കും. അമ്മ ഉണ്ടാക്കുന്ന നല്ല ഒന്നാന്തരം കാപ്പി അങ്ങോട്ട് കൊണ്ടുതരാം. ഓ, പിന്നെ ഇവരുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന കാപ്പി കുടിക്കാൻ ഇരിക്കല്ലേ ഞാൻ. എനിക്കെങ്ങും വേണ്ട അവരുടെ ഒരു വെള്ളം. വല്ല എലിവിഷം കലക്കിക്കൊണ്ട് വന്നാ എന്തു ചെയ്യും ഞാൻ? അതൊക്കെ അപ്പച്ചിക്ക് ഏറ്റിട്ട് വേണ്ടേ? മോളെ വേണ്ട. ഇല്ലമ്മേ, ഇങ്ങനത്തെ സംസാരമൊക്കെ ഇവിടെ പതിവാ. അമ്മയ്ക്കും അത് പതിയെ ശീലമായിക്കോളും. എന്താ ഇവിടെ? ഒന്നുമില്ല ഡാഡി. പതിവ് പോലെ അപ്പച്ചിയുടെ വക കുത്തുവാക്കുകളും മുഖം വീർപ്പീരും.
ഇന്നലെ രാത്രി പാവം അമ്മയെ വരട്ടെ എന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് തന്നിരുന്നതല്ലേ ഇത്തരം ചില വേഷങ്ങൾ കാണേണ്ടി വരുമെന്ന്. വെളിച്ചപ്പാട് തുള്ളല്, വേതാള വേഷം, അങ്ങനെ പലതും. അതൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കണ്ട. ഇവിടെ നമ്മൾ 3 പേര് മാത്രമേ ഉള്ളൂ എന്ന് കരുതിയാൽ മതി. ബാക്കിയുള്ളവരൊക്കെ ഒരു സൈഡിലൂടെ അങ്ങ് പോയിക്കോളും. എനിക്കിവിടെ ഒരു കുഴപ്പമില്ല സാറേ. മോൾ അമ്മയുടെ കൂടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പഠിക്കുക. ശരി ഡാഡി.